ആദ്യം അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ. വലിയ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സുപ്രീം കോടതി നാളെ യുവതി പ്രവേശന വിഷയത്തിൽ വീണ്ടും പരിശോധന നടത്തുന്നത്. എന്താണ് പ്രതീക്ഷിക്കപ്പെടുന്ന നടപടികൾ? വിശാല ബെഞ്ചിന് വിടാനുള്ള തീരുമാനം, അതിലേക്ക് പോയതിനു ശേഷം എന്തൊക്കെ പ്രതീക്ഷിക്കാം? രണ്ടായിരത്തി 2018 ഒരു ചരിത്രപരമായ വിധിയാണ് സുപ്രീം കോടതിയുടെ 5-അംഗ ബെഞ്ച് പ്രഖ്യാപിച്ചത്. അതിൽ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ വിഭാഗത്തിലും പെട്ട ഹിന്ദുക്കൾക്ക് പ്രവേശനം കൊടുക്കണമെന്ന് ഭരണഘടനയിൽ ആർട്ടിക്കിൾ 25(2) പറയുന്ന കാര്യം പ്രാവർത്തികമാക്കിക്കൊണ്ട് ശബരിമലയിൽ അനുവർത്തിച്ചിരുന്ന തൊട്ടുകൂടായ്മ, സ്ത്രീകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഋതുമതികളായ സ്ത്രീകളെ അവിടെ പ്രവേശനം നിഷേധിച്ചുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമായിട്ട് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന ഒരു ആചാരം, അതിന് ഭരണഘടനാ സംരക്ഷണമില്ലെന്നും മതവിശ്വാസം എന്ന് പറയുന്നത് വ്യക്തികളുടെ അവകാശങ്ങൾക്ക് മുകളിലുള്ള കടന്നുകയറ്റമാകാൻ പാടില്ലെന്നും ഭരണഘടനയിലെ മൂല്യങ്ങൾ, സ്ത്രീ സമത്വം, അതായത് വ്യക്തികൾ തമ്മിൽ വിവേചനം പാടില്ല എന്നുള്ള തത്വം, ഹിന്ദുക്കൾക്ക് എല്ലാ വിഭാഗത്തിലും പെട്ട ഹിന്ദുക്കൾക്ക് ഹിന്ദു ആരാധനാലയങ്ങൾ തുറന്നു കൊടുക്കണം എന്ന തത്വം, ഈ ആശയങ്ങളെല്ലാം ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ ഐതിഹാസികമായ ഒരു വിധിയാണ് 2018 5-അംഗ ബെഞ്ച് പുറപ്പെടുവിച്ചത്. അതിനുശേഷം രാജ്യത്ത് ഏറ്റവും കൂടുതൽ സാക്ഷരതയുണ്ടെന്ന് പറയുന്ന കേരളത്തിൽ നമ്മുടെ രാജ്യത്തിന് മുഴുവൻ നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ തെരുവിലിറങ്ങി പ്രക്ഷോഭം നടത്തുകയും അതിൽ കോടതിയെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് സ്ത്രീകളെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ പിന്നോട്ട് പോകുന്ന ഒരു ജാഥയും അതിനെ മുന്നിൽ നിന്ന് നയിക്കുന്നത് ഈ പണ്ട് പല ഐതിഹാസികമായ സമരങ്ങളിലൂടെ സമത്വവും ജാതിക്കതീതമായിട്ടൊക്കെയുള്ള സ്ഥിതി സമത്വമൊക്കെ നേടാൻ വേണ്ടി മുന്നോട്ട് നിന്നിരുന്ന സംഘടനകൾ തന്നെ അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് യാഥാസ്ഥിതികമായൊരു നിലപാടിന് വേണ്ടി ഘോരഘോരം വാദിക്കുന്നതും അത് സുപ്രീം കോടതിക്ക് പോലും എതിരായിട്ടുള്ള പ്രഖ്യാപനങ്ങളൊക്കെ വരുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം ഒരു കൂട്ടം ഹർജികൾ സുപ്രീം കോടതിയിലെ ആചാര സംരക്ഷണം, വിശ്വാസ സംരക്ഷണം എന്നൊക്കെയുള്ള പേരിൽ വരികയും അതിനുശേഷം സുപ്രീം കോടതി ശരി ഇതിൻ്റെ ഭരണഘടനാ സാധുത ഞങ്ങൾ പരിശോധിക്കാം, അത് ഒരു ലാർജർ ബെഞ്ചിന് വിടാം. കാരണം മതസ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 25 പറയുന്നു, ആർട്ടിക്കിൾ 26 ഒരു ഗ്രൂപ്പ് റൈറ്റ് ഉണ്ട്, അതായത് പല മതവിശ്വാസികൾക്കും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ, ആചാരങ്ങളൊക്കെ സംരക്ഷിക്കാൻ ഉൾപ്പെടെയുള്ളത്, പക്ഷേ അത് ഭരണഘടനാ വിരുദ്ധമാകാൻ പാടില്ല. അപ്പോൾ ഇത് തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ വ്യക്തി സ്വാതന്ത്ര്യം, ഭരണഘടന ഉറപ്പ് നൽകുന്ന സമത്വം, ഇതിനൊക്കെ വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും ആചാരങ്ങളുണ്ടെങ്കിൽ അതിന് ഭരണഘടനാ സാധുതയുണ്ടോ? പബ്ലിക് ഓർഡർ, മൊറാലിറ്റി, ഹെൽത്ത് എന്നൊക്കെ പറയുന്നത് ഭരണഘടനയിൽ ആർട്ടിക്കിൾ 25(1) പറയുന്നു, അതിൻ്റെ വ്യാഖ്യാനം എവിടെ വരെ പോകണം? ഈ മൊറാലിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ആണോ? കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ആണെങ്കിൽ അതിൻ്റെ അർത്ഥവ്യാപ്തി എത്രയാണ്? പിന്നെ എല്ലാ സെക്ഷൻസ് ഓഫ് ഹിന്ദുസ് എന്ന് ആർട്ടിക്കിൾ 25(2)(b) പറയുന്നു, എല്ലാ വിഭാഗത്തിലും പെട്ട ഹിന്ദുക്കൾക്ക് ഇത് തുറന്നു കൊടുക്കണമെന്ന് പറയുന്നത്, അതിനകത്ത് ഈ ഋതുമതികളായ സ്ത്രീകൾ ഉൾപ്പെടുമോ? എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ്, എന്താണ് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ്? അത് പല വിധികൾ വന്നിട്ടുണ്ട്. അപ്പം മതകാര്യങ്ങളിൽ കോടതി അഭിപ്രായം പറയുന്നതിനെതിരായിട്ടുള്ള ഒരു ക്രിറ്റിസിസം ഉണ്ട്. അപ്പോൾ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് കോടതിയിൽ വരികയാണെങ്കിൽ എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദ്യം അതിനെങ്ങനെയാണ് കോടതി സമീപിക്കേണ്ടത്? ഇത്തരം ചോദ്യങ്ങളെല്ലാം കൂടെ രൂപീകരിച്ചിട്ട് 9-ജഡ്ജ് ബെഞ്ച് ഇത് സ്വീകരിക്കാം. കാരണം നേരത്തെ ഉണ്ടായിരുന്ന വിധികളൊക്കെ 7-ജഡ്ജ് ബെഞ്ച് വരെ ഉള്ളത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്നാണ് സുപ്രീം കോടതി ഫോളോ ചെയ്തിരുന്ന ഒരു പ്രിൻസിപ്പിൾ. അതായത് കോടതിയിലൊരു അവകാശം ചോദ്യം ചെയ്തുകൊണ്ട് ആരെങ്കിലും വരികയാണെന്ന് മതസ്വാതന്ത്ര്യത്തിലുള്ള കടന്നുകയറ്റമാണ്. സാധാരണഗതിയിൽ സ്റ്റേറ്റ് എന്തെങ്കിലും നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിലുള്ള കടന്നുകയറ്റമാണെന്ന് പറഞ്ഞ് കോടതി വന്നു കഴിഞ്ഞാൽ ഇതുവരെ കോടതി ചെയ്തുകൊണ്ടിരുന്നത് ഈ മതത്തിൻ്റെ ഒരു അനിവാര്യ ഘടകമാണോ ഈ ഒരു ആചാരമെന്ന് നോക്കുമായിരുന്നു. ഇത് ശബരിമല കേസിലും അത് പരിശോധിച്ചിരുന്നു. അതായത് സ്ത്രീകളെ മാറ്റി നിർത്തുക എന്നുള്ളത് ഹിന്ദു മതത്തിൻ്റെ ഒരു അനിവാര്യ ഘടകമാണോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു, അതിനകത്തല്ല എന്നുള്ളൊരു ഉത്തരം വന്നു. ഇനി എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് മതത്തിന് എന്തു തന്നെ ആയിരുന്നാലും മതത്തിൻ്റെ അനിവാര്യ ഘടകമാണെങ്കിൽ കൂടി അത് ഒരു ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ആചാരമാണെങ്കിൽ, നേരത്തെ തൊട്ടുകൂടായ്മയൊക്കെ ഉണ്ടായിരുന്നു, അൺടച്ചബിലിറ്റി, അതുപോലുള്ള ആചാരങ്ങൾക്ക് ഭരണഘടനാ സാധുതയില്ല, ഭരണഘടന മുഖാന്തരം നിരോധിച്ചിരിക്കുന്ന ആചാരങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു വിധി വന്നിരിക്കുന്നു. അതിൽ ഒരു ഭാഗത്ത് ഭരണഘടനാ മൂല്യങ്ങളും മറുഭാഗത്ത് വോട്ട് ബാങ്ക് രാഷ്ട്രീയവും വരുമ്പോൾ ഏത് സ്റ്റാൻഡാണ് എടുക്കേണ്ടതെന്നുള്ളതിനെപ്പറ്റി ഒരു പാർട്ടിക്കൊരു സംശയം ഉണ്ടാകാൻ പാടില്ല.
പ്രത്യേകിച്ച് പ്രോഗ്രസീവായിട്ടുള്ള സെക്കുലർ ഐഡിയൽസ്, ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് വാദിക്കുന്നവർക്ക് അത് ക്ലിയർ ആയിട്ടൊരു സ്റ്റാൻഡ് വേണം. സ്ത്രീ സമത്വം ഒരു ഭാഗത്ത്, പാട്രിയാർക്കി വേറൊരു ഭാഗത്ത് വരുമ്പോൾ, വ്യക്തികളുടെ അവകാശങ്ങൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് മതങ്ങൾ അല്ലെങ്കിൽ സാമുദായിക സംഘടനകൾ, സമത്വം ഒരു ഭാഗത്ത്, ലിംഗവിവേചനം വേറൊരു ഭാഗത്ത് വരുമ്പോൾ അതിനകത്ത് സംശയം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് സുപ്രീം കോടതിയിൽ അഴകുഴമ്പൻ നയം സ്വീകരിക്കാൻ ഒരു ഗവൺമെൻറ്റിന് കഴിയില്ല. സുപ്രീം കോടതിയുടെ മുന്നിൽ കോടതി എന്താ ചെയ്തതെന്നാൽ ഞങ്ങൾ അതനുസരിച്ചോളാം എന്ന് പറയുന്നതിലുപരിയായിട്ട് സമത്വത്തിന് വേണ്ടി ഞങ്ങൾ ഇതിനു വേണ്ടി നിലകൊള്ളുന്നു എന്നൊരു ക്ലിയർ സ്റ്റാൻഡ് എടുക്കാൻ പാർട്ടികൾക്ക് കഴിയണം. കാരണം ഇന്ത്യ ഇപ്പോഴും സെക്കുലർ ആണെന്നാണ് പറയുന്നത്. അതിനകത്ത് ഒരു മതങ്ങൾക്കും ഇപ്പോൾ ഭരണഘടനാ മൂല്യങ്ങൾക്ക് ഒന്നുകിൽ ആ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ ഉയർത്തിപ്പിടിച്ചവർക്ക് അത് ശക്തമായി പറഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. എന്താണ് ഇതിൽ സ്വീകരിക്കേണ്ട നിലപാട് എന്നത് സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പങ്ങൾ ഇവിടെ നിൽക്കുന്നു എന്നതാണ് കാണാൻ കഴിയുന്നത്. ഇത് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സാഹചര്യമാണ്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ വിജ്ഞാപനമാകുന്നതിന് മുൻപൊക്കെ തന്നെ ഈ ഹർജി ഈ വിശാല ബെഞ്ച് രൂപീകരിച്ച് വാദത്തിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു നിലപാട് പ്രഖ്യാപിക്കേണ്ടുന്ന അത്യാവശ്യ സാഹചര്യം അതിനു മുൻപ് സംജാതമാകുമോ സർക്കാരിനെ സംബന്ധിച്ച്? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? കോടതി ഇലക്ടറൽ പൊളിറ്റിക്സ് ആയിട്ട് യാതൊരു ബന്ധവുമില്ല. കോടതി നടപടികൾ അതിൻ്റേതായിട്ടുള്ള രീതിക്കാണ് നടക്കുന്നത്. നേരത്തെ തീരുമാനിച്ച വിഷയമാണ്. അതിൽ സ്റ്റേ ഒന്നുമില്ല. റിവ്യൂ പെറ്റീഷൻ ഉണ്ടെങ്കിലും സ്റ്റേ ഒന്നുമില്ല. കോടതി വിധി വളരെ വ്യക്തമാണ്. ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വിധിയാണ്. അതിനകത്ത് സ്റ്റേ ഒന്നും ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ നേരത്തെ നിലപാടെടുത്തിരുന്നവരൊക്കെ ഇപ്പോൾ സംശയത്തിലാണ്. അവർ ശ്ലോകങ്ങളൊക്കെ ചൊല്ലി ആരാണ് യഥാർത്ഥ ഭക്തനെന്നൊക്കെ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. ആർക്കും ഭരണഘടനയുടെ പക്ഷത്ത് നിൽക്കേണ്ട, പ്രത്യേകിച്ച് ഇപ്പോൾ അങ്ങനെ ഒരു ധാരണയുണ്ടെന്ന് തോന്നുന്നു. ജനങ്ങളെ മണ്ടന്മാരാക്കാമെന്നും ജനങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടി ഞങ്ങൾ തരാതരം സമയത്തനുസരിച്ച് ഇലക്ഷൻ കഴിയുമ്പോൾ നയം മാറ്റുമെന്നും ഒക്കെ ആർക്കെങ്കിലും ഒരു ധാരണയുണ്ടെങ്കിൽ ഇതുവരെ ഉണ്ടാക്കിയ നവോത്ഥാന മൂല്യങ്ങളൊക്കെ പൊള്ളയാണെന്നുള്ള ഒരു കാര്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് കുറഞ്ഞ പക്ഷം ഒരു സ്റ്റാൻഡ് എടുക്കുന്നവർ അതിൽ ഉറച്ചു നിൽക്കുക. ആ കാര്യങ്ങളിൽ ഭരണഘടനാ മൂല്യം ഉയർത്തിപ്പിടിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ഭരണത്തിലിരിക്കുന്നവർക്കാണ് ഏറ്റവും അധികം അതിലുള്ളത് ബാധ്യത. രണ്ടാമത് ഭരണഘടനാ ബാധ്യത എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികൾക്കും ഉണ്ട്, ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സിനൊക്കെ അതുണ്ട്. അതിന് വിരുദ്ധമായിട്ടുള്ള വാദങ്ങളൊക്കെ വളരെ വിചിത്രമാണ്. കാരണം ഏത് മതത്തിലായാലും ഇങ്ങനെയുള്ള അനാചാരങ്ങൾ, ഇപ്പോൾ ഈ കേസിൻ്റെ കൂടെ വേറെ ചില ആചാരങ്ങൾ, ദാവൂദി ബോറ കമ്മ്യൂണിറ്റിയിൽ ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ, അതൊരു മനുഷ്യാവകാശ ധ്വംസനമാണ്. ചെറിയ പ്രായത്തിലുള്ള കുട്ടികളുടെ അഗ്രചർമ്മം മുറിക്കുന്നത്, സ്ത്രീകളുടെ കാര്യത്തിൽ, പെൺകുട്ടികളുടെ കാര്യത്തിൽ, ഇതൊക്കെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള മനുഷ്യാവകാശ ധ്വംസനമായിട്ടുള്ള ആചാരങ്ങളാണ്. ഇതൊക്കെ പോകണം. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈ കേസിൻ്റെ കൂടെ പരിഗണിക്കുന്നുണ്ട്. പല കേസുകൾ അതുപോലെ വിവാഹിതയായ ഒരു സ്ത്രീക്ക് സ്വന്തം പിതാവ് മരിക്കുമ്പോൾ വീട്ടിലേക്ക് പ്രവേശനമില്ലാതെ, അതായത് മതത്തിൽ നിന്ന് പുറത്താക്കിയാണ്. പൗരാവകാശങ്ങൾ തീർന്നോ? നിങ്ങൾ മതത്തിൻ്റെ ഭാഗമാകുന്നതോടുകൂടി സ്ത്രീക്കില്ലാത്ത അവകാശങ്ങളെല്ലാം തീർന്നു പോവുകയാണോ? അതോ വെറും ആ ചട്ടക്കൂടിനുള്ളിൽ നിൽക്കുമ്പോൾ ഇന്ത്യൻ പൗരന് കിട്ടേണ്ട അവകാശങ്ങളെല്ലാം ഇല്ലാതായി പോകുന്നു എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. അവിടെ വ്യക്തികളുടെ സ്വാതന്ത്ര്യവും അവകാശവും ഉയർത്തിപ്പിടിക്കാൻ എല്ലാവർക്കും, വ്യക്തികൾക്ക്, നമുക്കെല്ലാം ബാധ്യതയുണ്ട്, പാർട്ടികൾക്ക് അതിനുള്ള ബാധ്യതയുണ്ട്. എല്ലാ പാർട്ടികളും അതിനകത്തൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾഡ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുക്കേണ്ടതുണ്ട്. കോടതിയിൽ അത് പറയേണ്ടി വരും. അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ അവർ നേരത്തെ പറഞ്ഞത് ഇതൊക്കെ പൊള്ളയാണെന്ന് തെളിയിക്കപ്പെടും. തീർച്ചയായും എന്തായാലും അതാണ് സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഒരു രാഷ്ട്രീയമായി വലിയ പ്രസക്തിയുള്ള വിഷയമായി മാറുകയുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രധാനപ്പെട്ട CPM നേതാക്കൾ പറഞ്ഞ പ്രതികരണങ്ങൾ, CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ പ്രതികരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. മറ്റ് നേതാക്കന്മാരും ഇതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോൾ പോലും അതിൽ വ്യക്തത വരുന്നില്ല എന്നൊരു സാഹചര്യമുണ്ട്. ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ CPM പ്രതിനിധിയെ തേടിയപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ തങ്ങൾ പ്രതിനിധികളെ അയക്കുന്നില്ല എന്നതാണ് അവർ വ്യക്തമാക്കിയ കാര്യം. അതുകൊണ്ട് തന്നെ ഇടത് സഹയാത്രികനാണ് നമുക്കൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഞാൻ അതിഥികളിലേക്ക് കടക്കുകയാണ്. താങ്കൾ തുടരുക. രാജേഷ് ചിറപ്പാട്, നോക്കൂ, ഇവിടെ ഇപ്പോൾ സർക്കാർ എന്താണ് ശബരിമല സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നിലപാട് എന്നത് കോടതിക്ക് മുന്നിലുണ്ട്, നമ്മുടെ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. ആ വിഷയം നാളെ കോടതിയിൽ വീണ്ടും വരികയാണ്. ആ വിധി റദ്ദ് ചെയ്തിട്ടില്ല എന്നൊരു സാഹചര്യമുണ്ട്. ആ വിധി